നമസ്കാരം, എല്ലാവർക്കും ആത്മ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. LDC അപേക്ഷകരുടെ എണ്ണത്തിൽ വളരെ കാര്യമായിട്ടുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏതാണ്ട് 4,62,892 അപേക്ഷകരാണ് 2019 വിജ്ഞാപനവുമായി കുറവ് വന്നിരിക്കുന്നത്. 2023 വിജ്ഞാപന പ്രകാരം 12,95,446 പേരാണ് അപേക്ഷ അയച്ചിട്ടുള്ളത്. 2019 17,58,338 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യത്തെ പുതിയ വിജ്ഞാപന പ്രകാരം അപേക്ഷകർ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ് 1,74,344 പേർ. കുറവ് വയനാട് ജില്ലയിലും 40,267 പേർ. കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകൾ 1,00,000-ലധികം അപേക്ഷകരുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച്, അത് മുൻ വിജ്ഞാപനത്തെ അപേക്ഷിച്ച് കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ വളരെ കാര്യമായിട്ടുള്ള കുറവ്, അതായത് 50,000-ലധികം അപേക്ഷകരുടെ കുറവ്, 50,000-നും 60,000-നും ഇടയ്ക്കൊക്കെ അപേക്ഷകരുടെ കുറവാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഏതാണ്ട് 15 വർഷത്തെ LDC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം അപേക്ഷകർ കുറഞ്ഞിരിക്കുന്നത്. 2010 13.54 ലക്ഷവും 2013 15.29 ലക്ഷവും 2019 17.58 ലക്ഷവുമായിരുന്നു അപേക്ഷകർ. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്രാവശ്യം അത് 12.95 ലക്ഷം എന്ന രീതിയിലേക്ക് ആയിരിക്കുന്നത്. LDCയുടെ ഒഴിവുകളിൽ ഉണ്ടാവുന്ന കുറവും അതോടൊപ്പം തന്നെ പുതിയ പരീക്ഷാ രീതികളും ഒക്കെ ആയിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു അപേക്ഷകരിൽ കാര്യമായിട്ടുള്ള ഒരു മരവിപ്പ് ഉണ്ടാക്കിയത്. തസ്തിക മാറ്റം വഴി 11,914 പേരാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വിജ്ഞാപനത്തിലെയും ഈ വിജ്ഞാപനത്തിലെയുമായിട്ടുള്ള അപേക്ഷകർ ഓരോ ജില്ലയിലും എത്രയാണെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 2019 1.98 ലക്ഷം ആളുകൾ അപേക്ഷിച്ചപ്പോൾ ഇപ്രാവശ്യത്ത് 1.74 ലക്ഷമായി കുറഞ്ഞു. കൊല്ലം ജില്ലയിൽ 1.34 ലക്ഷം ആൾക്കാർ അപേക്ഷിച്ചത് 1,07,141 കുറഞ്ഞു. 83,000 പേർ പത്തനംതിട്ട ജില്ലയിൽ മുൻ വർഷം അപേക്ഷിച്ചപ്പോൾ ഇപ്രാവശ്യം 49,526 ആലപ്പുഴയിൽ 1,01,114 നിന്ന് 84,514 കുറഞ്ഞു. കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം അപേക്ഷ കുറഞ്ഞ ജില്ലകളിൽ ഒന്നാണ് കോട്ടയം. 1,11,944 പേരിൽ നിന്ന് 60,593 എണ്ണം. ഇടുക്കിയിൽ 63,590 നിന്ന് 45,106 എറണാകുളം ഏറ്റവും അധികം അപേക്ഷ കുറഞ്ഞ മറ്റൊരു ജില്ലയാണ്. 1,76,703 പേർ 2019 വിജ്ഞാപനത്തിൽ അപേക്ഷിച്ചപ്പോൾ പുതിയ വിജ്ഞാപന പ്രകാരം 1,12,857 പേരാണ്. ഏറ്റവും കൂടുതൽ അപേക്ഷ കുറഞ്ഞ മറ്റൊരു ജില്ലയാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ 1,59,503 പേരിൽ നിന്ന് 98,510 പേരിലേക്ക് ചുരുങ്ങി. പാലക്കാട് ജില്ലയിലെ അപേക്ഷകർ 1,51,610 നിന്നും 1,12,467 മലപ്പുറം 1,66,265 നിന്നും 1,41,559 കോഴിക്കോട് 2019 1,62,629 നിന്നും 1,32,066 കുറഞ്ഞു. വയനാട് ജില്ലയിൽ 51,475 പേരിൽ നിന്നും 40,267 കുറഞ്ഞു. കണ്ണൂരിൽ 1,27,209 നിന്നും 88,382 കുറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ 2019 അപേക്ഷകർ 63,490 2024 48,114 കുറഞ്ഞു. അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി ജനുവരി 3 ആയിരുന്നു. അവിടെ നിന്ന് 2 ദിവസം കൂടി പുതുക്കി നൽകിയിട്ടും അപേക്ഷകരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്നും 4,62,892 പേരുടെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും അപേക്ഷകർ കുറഞ്ഞു എന്നൊരു പ്രത്യേകതയും ഇപ്രാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷ അയച്ചിട്ടുള്ള ആളുകൾ ഇനി ഇതിൽ എത്ര പേർ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുമെന്നറിയില്ല. എന്തു തന്നെയായാലും മുന്നോട്ട് പോകുന്നവർക്ക് കുറച്ചും കൂടി നല്ല സാധ്യതകളാണ്, കുറച്ചുകൂടി നല്ല കോമ്പറ്റീഷനാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.